ഒരു ഫോളോവർ ഇൻബോക്സിൽ ഒരു സംശയം ചോദിച്ചിരുന്നു. എന്താണ് ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വ്യത്യാസം? ഇറാനിലെ മഹാഭൂരിപക്ഷവും ഷിയ മുസ്ലിങ്ങളാണ്. യുദ്ധമുഖത്ത് നിൽക്കുന്ന, യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ഒരു ജനതയുടെ വിശ്വാസവും ആദർശവും ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നതിൽ പൊളിറ്റിക്കലി കറക്റ്റല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനതിന് മറുപടി പറയാതിരുന്നത്. സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള വ്യത്യാസം വളരെ ബ്രീഫായി പറയാം. പ്രധാനമായും പ്രവാചകൻ്റെ കാലശേഷം 4 ഭരണാധികാരികളാണ് പ്രധാനമായും ഉണ്ടായത്. ഇസ്ലാമിക ടേംസിൽ ഖലീഫമാർ എന്ന് പറയും. ഷിയ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പാർട്ടി എന്നാണ്, വിഭാഗം. ഷിയാത്തു അലി, അലിയുടെ പാർട്ടി എന്നാണ് പൊതുവെ ഷിയാക്കളെ പറ്റി പറയുന്നത്. അവർ വിശ്വസിക്കുന്നത് പ്രവാചകൻ്റെ ശേഷം ഖലീഫയായി, ഇമാമായി തിരഞ്ഞെടുക്കപ്പെടാൻ സർവ്വതാ യോഗ്യൻ അലിയായിരുന്നു. കാരണം വളരെ ലളിതമാണ്. അലിയാണ് പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആൾ, അഹ്ലുബൈത്തിൽപ്പെട്ട ആൾ. മറ്റ് 3 ഖലീഫമാരെയും തള്ളുകയും അലിയെ മാത്രം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിഭാഗമാണ് ഷിയാക്കൾ. പ്രവാചകൻ്റെ കാലശേഷം വന്ന ഖലീഫമാരെ കൂടിയാലോചനയിലൂടെ തിരഞ്ഞെടുക്കുകയായിരുന്നു. തിരഞ്ഞെടുക്കുന്നതിന് പകരം പാരമ്പര്യമായി, പൈതൃകമായി അധികാരം ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതാണ് സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, മറ്റ് 3 ആളുകളെപ്പറ്റി തെറ്റായ രീതിയിലുള്ള ചിത്രീകരണങ്ങളും, തീവ്രമായ ചിത്രീകരണങ്ങളുണ്ട്. മിതത്വം പാലിക്കുന്നവരുണ്ട്. ഷിയ മുസ്ലിങ്ങളുടെ പേരുകൾ പരിശോധിച്ചാൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ തുടങ്ങിയ പേരുകൾ പോലും അവർ ഉപയോഗിക്കാറില്ല. സുന്നികൾക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ല. അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ ആത്മീയ ഗീതങ്ങളുടെയും എല്ലാം പ്രചോദനവും കേന്ദ്രവും അലിയാണ്. യൂട്യൂബിൽ മില്യൺ കണക്കിന് വ്യൂസുള്ള സോങ് ലഭ്യമാണ്. ഇമാം അലിയെ പറ്റിയാണ് അവർ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ ലിറിക്സ് ഏതാണ്ട് ഇങ്ങനെയാണ്: സദാ സദായ നബിയെ മുഹമ്മദേ അറബിയെ മുഖാത്തബേ ഹർ സലാമേ സിയാറത്തെ റജബിയെ യാ അലി അക്ബർ. പ്രവാചകൻ്റെ പ്രതിധ്വനിയായി, പ്രതിനിധിയായി, മുഖാത്തബേ ഹർ സലാമേ, എല്ലാ സലാമിൻ്റെയും അഭിസംബോധകനായ, സിയാറത്തെ റജബിയെ, റജബിൽ നടന്ന മിറാജിൻ്റെ യാത്രയെക്കുറിച്ചാണ്. ആ പ്രവാചകൻ്റെ പ്രതിധ്വനിയും പ്രതിനിധിയുമാണ് യാ അലി അക്ബർ. അവരുടെ പ്രകീർത്തനങ്ങളുടെയും ആലാപനങ്ങളുടെയും എല്ലാം പൊരുളായി, മുഖ്യ തീമായി, കേന്ദ്രമായി വരുന്നത് അലിയാണ്. ഇതാണ് അവരുടെ വിശ്വാസം. വ്യത്യസ്ത വിഭാഗങ്ങൾ ഷിയ വിശ്വാസികളിലുണ്ട്. ഷിയ സുന്നി തർക്കങ്ങളുടെയോ അല്ലെങ്കിൽ ചരിത്രത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചോ അവലോകനം ചെയ്യേണ്ട സമയമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ ഭാഗം വിടുന്നു. ഹ്രസ്വമായി എന്താണ് ഷിയ സുന്നി വ്യത്യാസം എന്ന് ബ്രീഫായി പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്.